അബുദാബിയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ നാട്ടിലെത്തിയ യാത്രികന്റെ ലഗേജിലെ സാധനങ്ങൾ നഷ്ടപ്പെട്ടതായി പരാതി. കൊട്ടിയം പേരയം സ്വദേശി അനസാണ് എയർ ഇന്ത്യ വിമാനത്തിൽ അബുദാബിയിൽ നിന്നും കൊച്ചി എയർപോർട്ടിലേക്ക് യാത്ര ചെയ്തത്. കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി ലഗേജുകൾ കളക്ട് ചെയ്തപ്പോൾ പൂർണ്ണമായും റാപ്പ് ചെയ്തിരുന്ന കവറുകൾ പൊട്ടിച്ചും ബാഗിന്റെ സിബുകൾ തുറന്നു കിടക്കുന്ന നിലയിലുമാണ് കണ്ടത്. തുടർന്ന് പരിശോധിച്ചപ്പോൾ ബാഗിന്റെ മുൻവശത്തെ അറയിലുള്ള പല സാധനങ്ങളും നശിച്ച നിലയിലും ചില സാധനങ്ങൾ നഷ്ടപ്പെട്ട നിലയിലുമാണ്. അറിയാതെ ഇന്ന് കൊച്ചി എയർപോർട്ടിലേക്ക് വരുമായിരുന്നു. കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി അതിനുശേഷം ഞാൻ ലഗേജ് കളക്ട് ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്കും ഈ ഒരു ഭാഗം ഈ സിബ് ഒക്കെ ഓപ്പൺ ആക്കി നിലയിലാണ് കണ്ടത്. ഇവിടെയൊക്കെ ഫുള്ള് റാപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെറുതായിട്ട് ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഭാഗത്തൊക്കെ ഇത് കീറി ഇത് മുകളിലോട്ട് വന്നിരുന്ന രീതിയിൽ പൊട്ടിച്ച രീതിയിലാണ് കാണുന്നത്. ബാഗ് ഓപ്പൺ ആയിരുന്നു. നോക്കിയപ്പോൾ കുറെ മുട്ടായും അങ്ങനെയുള്ള കുറച്ച് പീസ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ബാക്കി പോയതായിട്ട് അറിയില്ല. ബാക്കി ഇതൊന്നും പൊട്ടിച്ച് നോക്കിയില്ല. അകത്ത് ഇനി എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് അറിയില്ല. പക്ഷെ നമുക്ക് ഇനി എന്ത് വിശ്വസിച്ച് എയർ ഇന്ത്യയിൽ സാധനം അയക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കാര്യം നമ്മൾ എയർ ഇന്ത്യ വിശ്വസിച്ചാണ് നമ്മൾ റിയാദിൽ നിന്ന് സാധനം നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഇതാണ് വരുന്ന വഴിയാ. ഞാൻ ഡയറക്റ്റ് വരുന്ന വഴിയാ. നേരെ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ വന്നു, നേരെ വരുന്ന വഴിയാ. അപ്പൊ അത് ബാക്കി പൊട്ടിച്ചിട്ടില്ല. പക്ഷെ ഈ രീതിയിൽ അവരുടെ അന്യായമായിട്ടുള്ള രീതിയിൽ ഇല്ലീഗലായി അവർ ഇതിനകത്ത് ഓപ്പൺ ചെയ്തു. അതാണ് നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. റിയാദ് എയർപോർട്ടിൽ നമ്മൾ ബോർഡിംഗ് ചെയ്ത് ലഗേജ് ഉള്ളിലോട്ട് വിട്ടു. പിന്നെ നമ്മള് നെടുമ്പാശ്ശേരി നിന്നാണ് നമ്മൾ ലഗേജ് കളക്ട് ചെയ്തത്. നെടുമ്പാശ്ശേരി കളക്ട് ചെയ്യുമ്പോഴാണ് ഈ രീതിയിൽ പൊട്ടിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. ഈ ബാഗ് അവർ അന്യായമായിട്ടുള്ള രീതിയിൽ അവർ ഓപ്പൺ ചെയ്തു. അവർ കുറെ സാധനങ്ങൾ എന്തൊക്കെയോ എടുക്കുകയും ചെയ്തു. ഞാൻ ബാക്കി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാ പോയിട്ടുള്ളത്. വെയിറ്റ് ഞാൻ കംപ്ലൈന്റ് ആയിട്ട് അവിടെ ചെന്നപ്പോഴത്തെ അവർ പറഞ്ഞു 1 കിലോയുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് നേരിട്ട് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓൺലൈനിൽ കംപ്ലൈന്റ് ചെയ്യാനാണ് അവിടെ നിന്ന് പറഞ്ഞത്. അവർ 1 കിലോയുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. 1 കിലോയുടെ വ്യത്യാസം ഞാൻ ഇല്ലാത്തത് ഞാൻ അവർ കംപ്ലൈന്റ് എടുക്കാനായിട്ട് നിർവാഹം ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. സാധനങ്ങൾ നഷ്ടപ്പെട്ടതോടെ വിഷമത്തിലായ അനസ് ഓൺലൈൻ വഴി പരാതി കൊടുക്കുവാനിരിക്കുകയാണ്. തനിക്ക് ഉണ്ടായതുപോലെ ഇനിയൊരു പ്രവാസിക്കും ഈ ഗതി ഉണ്ടാകരുത് എന്നാണ് അനസ് പറയുന്നത്.